ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസ് 6th സ്റ്റാൻഡേർഡ് കേരള സിലബസിൻ്റെ ബേസിക് സയൻസിൻ്റെ 3rd ചാപ്റ്ററായ ലെസ് ആൻഡ് സ്ട്രെയിറ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോൺസിനെ കുറിച്ചും സ്കെൽറ്റനെ കുറിച്ചും ജോയിൻസിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നിങ്ങൾക്കൊരു പിക്ചർ വന്നിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പിക്ചർ എന്താണെന്ന് നോക്കാം. മക്കളെ, ഈ പിക്ചറിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസിനെ കാണാം അല്ലേ? എല്ലാ മീനുകളും ഒരേപോലെയാണോ മക്കളെ ഇരിക്കുന്നത്? അല്ലല്ലേ. അവരെങ്ങനെയാണ് പരസ്പരം വ്യത്യസ്തരാകുന്നത്? ഒന്ന്, അവരുടെ ഷേപ്പ്. എല്ലാ മീനുകൾക്കും ഒരേ ഷേപ്പാണോ കുഞ്ഞുങ്ങളെ ഉള്ളത്? അല്ല. ഇനി അടുത്തത് സൈസ്. ചെറിയ മീനുണ്ട്, വലിയ മീനുണ്ട്, ഒരു മീഡിയം സൈസ് മീനുകളുണ്ട് അല്ലേ? മൂന്നാമത്തെ എന്താണെന്നറിയാമോ? മോഡ് ഓഫ് ന്യൂട്രീഷൻ. അവർ കഴിക്കുന്ന ഫുഡിൻ്റെ ഇത്. കുഞ്ഞു മീനുകൾ എന്താ മക്കളെ കഴിക്കുന്നത്? കുഞ്ഞു ഇലകളും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ഇച്ചിരി ഇടത്തരം മീനുകൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞു മീനുകളെ വന്ന് കഴിക്കും. അതേസമയം വലിയ മീനുകളോ ഈ മീഡിയം സൈസ് മീനുകളും ചെറിയ മീനുകളും എല്ലാം കഴിക്കും അല്ലേ? ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്തത് ഒന്നുമില്ല, അതൊരു ഫിഷിൻ്റെ മോഡൽ ഉണ്ടാക്കാനാണ്. അതായത് 2 ഫിഷിൻ്റെ മോഡൽസ് വേണം ഉണ്ടാക്കാൻ. 2ഉം ഫാബ്രിക് യൂസ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. ഒന്നിനകത്ത് ജസ്റ്റ് തുണി ഫിഷിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. രണ്ടാമത്തതോ ഫിഷിൻ്റെ ഷേപ്പിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മിഡ് റിബ്സ് എല്ലാം ഈർക്കൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണം. ക്ലിയർ ആണോ? ഈ പിക്ചറിൻ്റെ കണക്ക്. ഓക്കെ, ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഇൻ ദ ടേബിൾ ഗിവൻ ബിലോ റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് യു ഒബ്സർവ്ഡ് വെൻ യു ട്രൈ ടു മേക്ക് ബോത്ത് ദ ഫിഷസ് സ്റ്റേ സ്ട്രെയിറ്റ് ബൈ ഹോൾഡിംഗ് ദ ടെയിൽ പോർഷൻ. നോക്ക് മക്കളെ, 2 മീനുകളും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? തുണി കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? ആദ്യത്തെ മീനിലെന്താ, നിങ്ങൾ ഏർക്ക് വെച്ച് എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ജസ്റ്റ് തുണി മീനിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പം അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അവിടെ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത്? നിങ്ങൾ ആ ഫിഷിൻ്റെ ടെയിൽ ഭാഗത്ത് പിടിച്ച് പൊക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമോ? ഒരിക്കലുമില്ല. അത് തുണിയല്ലേ, അത് മടങ്ങിപ്പോകും. ക്ലിയർ ആണോ? അപ്പം എന്താ അവിടെ എഴുതുന്നത്? വെൻ ട്രൈങ് ടു ഹോൾഡ് ദ ടെയിൽ പോർഷൻ ഓഫ് ഫിഷ് ടു മേക്ക് എ സ്ട്രെയിറ്റ് അപ്രൈറ്റ് ഇറ്റ് ബെൻഡ്സ് ആൻഡ് ഫോൾ ഡൗൺ. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക് ആൻഡ് പാം റിബ്സ്. എന്താണ് ഈ പാം റിബ്സ് എന്ന് വെച്ചാൽ? ഈർക്കലും തുണിയും കൊണ്ട് ഉണ്ടാക്കിയ ഫിഷിന് എന്താണ് പ്രത്യേകത? അതിൻ്റെ വാൽഭാഗത്ത് പിടിച്ച് പൊക്കുമ്പോഴത്തേക്ക് എന്താണ്? അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും അല്ലേ? ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്ത് നോക്കിയേ, ഫാബ്രിക് പീസസ് വെ യൂസ്ഡ് ഇൻ ബോത്ത് ഇൻസ്റ്റൻസ്. ഈ 2 സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്ത മെയിൻ ഫാക്ടർ എന്താണ്? ഫാബ്രിക് പീസാണ്. പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ഫിഷ് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതെന്ന്? എങ്ങനെയാണ് മക്കളെ? നിങ്ങൾ തന്നെ പറ. നമ്മൾ ഈർക്കിളി കൊണ്ട് അതിൻ്റെ മിഡ് റിബ്സ് ഉണ്ടാക്കി അല്ലേ? അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ ഫിഷിൻ്റെ വാൽഭാഗം വെച്ച് നമ്മൾ പൊക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നത്. ക്ലിയർ ആണോ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈർക്കിലി കൊണ്ട് അതിൻ്റെ മുള്ളുകൾ ഉണ്ടാക്കിയപ്പോൾ ആ ഫിഷിന് എന്താണ് കിട്ടിയത്? ഒരു ഷേപ്പ് കിട്ടി അല്ലേ? പിന്നീട് എന്താണ്? ടു ഗീവ് സ്ട്രെങ്ത്, അതിനൊരു സ്ട്രെങ്ത് കിട്ടി. പിന്നെയോ ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, എന്താ? ആ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നു. ക്ലിയർ ആണോ മക്കളെ? നമുക്കത് അടുത്ത പോർഷനിലോട്ട് പോയാലോ? ഇൻസൈഡ് ദ ഫിഷ്. നിങ്ങളെല്ലാം ശരിക്കുള്ള മീനുകളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മീനെ തിന്നുമ്പോൾ എങ്ങനെയാണ്? മീനിൻ്റെ അകത്ത് ബോൺസ് ഉണ്ടോ അതോ മുള്ളുണ്ടോ? ഉണ്ടല്ലേ. അപ്പം എന്താ, നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ ഈർക്കിളി കൊണ്ട് ഉണ്ടാക്കിയ പോലെയല്ലേ ഈ ഫിഷിൻ്റെ അകത്തിരിക്കുന്ന ബോൺസ്? ഫിഷിന് മാത്രമല്ല മക്കളെ, എല്ലാ ലിവിങ് തിങ്സിൻ്റെ അകത്തും സ്ട്രോങ് ബോൺസ് ഉണ്ട്. ക്ലിയർ ആണോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയേ. കോരിയുടെ സ്കെൽറ്റനാണ് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? പല്ലിയുടെ സ്കെൽറ്റന്. ഓക്കെ, അപ്പം നമുക്ക് സ്കെൽറ്റൻ എന്താണെന്ന് പറഞ്ഞാലോ?
എന്താണ് മക്കളെ സ്കെൽറ്റൻ? ബോഡിക്ക് ഷേപ്പും സപ്പോർട്ടും നൽകുന്ന ഒരു ബോണിൻ്റെ ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. സ്കെൽറ്റൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സ്കെൽറ്റൻ്റെ ജോലി. ക്ലിയർ ആണോ? താഴെ കൊടുത്തിയ പിക്ചേഴ്സ് നോക്കിയ മക്കളെ. ദീസ് ആർ ദ സ്കെൽറ്റൻ ഓഫ് വേരിയസ് ആനിമൽസ്. ഇതൊക്കെ പല ആനിമൽസിൻ്റെയും സ്കെൽറ്റനാണ്. ഇത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ? ആദ്യത്തെ പിക്ചർ നോക്കിയേ. ഇത് എന്തിൻ്റെ സ്കെൽറ്റനാണ് മക്കളെ? ബാറ്റ്സ്, വവ്വാല്. രണ്ടാമത്തെ പിക്ചറോ? കൗ. മൂന്നാമത്തത് എന്തിൻ്റെ സ്കെൽറ്റനാണ് മക്കളെ? ക്രോക്കഡൈൽ. നിങ്ങൾക്കൊക്കെ സ്കെൽറ്റൻ കണ്ടിട്ട് ഈ ആനിമൽസ് ആണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു? എങ്ങനെ മക്കളെ? അത് ഷേപ്പിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഈ ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം എന്ത് മനസ്സിലാക്കാം? സ്കെൽറ്റൻ ഓരോ ആനിമൽസിനും എന്ത് നൽകുന്നു? ഷേപ്പ് നൽകുന്നു. ക്ലിയർ ആണോ? ഈ സ്കെൽറ്റൻസിനെല്ലാം തന്നെ വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിലേ നമ്മൾ ബേഴ്സിനും സ്കെൽറ്റൻ ഇല്ലേ? ഇല്ലേ? അപ്പോൾ ബേഴ്സിന് എങ്ങനെയാണ് പറക്കാൻ സാധിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിനി പറയാൻ പോകുന്നത് ബേഴ്സിൻ്റെ സ്കെൽറ്റനെ കുറിച്ചാണ്. ഈ ബേഴ്സിൻ്റെയൊക്കെ ബോണിൽ കുറേ എയർ ക്യാവിറ്റീസ് ഉണ്ട്. അതായത് ബോൺസിൻ്റെ അകത്ത് എയറിൻ്റെ കുറേ എംപ്റ്റി പോക്കറ്റ്സ് ഉണ്ട്. അത് കാരണം ഈ ബേഴ്സിൻ്റെ സ്കെൽറ്റൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് പറക്കാൻ സാധിക്കും. ക്ലിയർ ആണോ മക്കളെ? ഇനി ഈ പിക്ചറിൽ കാണുന്ന ബേർഡിനെ അറിയാമോ എന്ന് നോക്കിയേ. ആരാത്? പെൻഗ്വിൻ അല്ലേ? പെൻഗ്വിൻസിന് പറക്കാൻ സാധിക്കുമോ? ഇല്ല. അതെന്താ കാരണം? പെൻഗ്വിൻസിൻ്റെ ബോൺ ഭയങ്കര ഹെവിയാണ്. അതുകൊണ്ട് അവർക്ക് പറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ വിങ്സ് ഒന്ന് നോക്കിയേ. വളരെ ചെറിയ വിങ്സ് അല്ലേ ഉള്ളത്. പറക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഇനി പെൻഗ്വിൻ അല്ലാതെ മറ്റേതൊക്കെ ബേഴ്സിനാണ് പറക്കാൻ സാധിക്കാത്തത് അറിയാമോ? പെൻഗ്വിൻ, പിന്നെ ഇമു, ഓസ്ട്രിച്ച്, കിവി, ഈ ബേഴ്സിനൊക്കെ തന്നെ പറക്കാൻ സാധിക്കില്ല. ബോൺസ് ആർ ഇൻസൈഡ് അസ് ടു. നമ്മുടെ അകത്ത് ബോൺസ് ഉണ്ട് അല്ലേ? നമ്മുടെ കയ്യിലും കാലയിലും തലയിലും ഒക്കെ പിടിച്ചാൽ നമുക്ക് ബോൺസ് ഫീൽ ചെയ്യാൻ സാധിക്കില്ലേ? എല്ലാ ബോൺസും ഒരേപോലെയാണോ മക്കളെ? ഒരിക്കലും അല്ല. വിച്ച് ആർ ദ പാർട്സ് ദാറ്റ് ഹാവ് ലോങ് ബോൺസ്? ഏത് പാർട്ടിനാണ് ലോങ് ബോൺസ് ഉള്ളത്? ഫെമുർ. നമ്മുടെ ഏറ്റവും കൂടുതൽ നീളമുള്ള ബോണുള്ള ഭാഗമാണ് ഫെമുർ. വേർ ആർ ദ ഷോർട്ട് ബോൺസ് ഫൗണ്ട്? എവിടെയാണ് ഏറ്റവും ചെറിയ ബോൺസ് കാണപ്പെടുന്നത്? നമ്മുടെ ഇയേഴ്സിലാണ്. അത് മിഡിൽ ഇയറിലെ ബോൺസിനെയാണ് ഏറ്റവും ചെറിയ ബോൺസ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ പേരാണ് സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് പോർഷൻ നോക്കിയ മക്കളെ. ഹ്യൂമൻ സ്കെൽറ്റൻ. എന്തൊക്കെ ചേർന്നാലാണ് ഹ്യൂമൻ സ്കെൽറ്റനായി മാറുന്നത് അറിയാമോ? നമ്മുടെ സ്കൾ, വെർട്ടിബ്രൽ കോളം, റിബ്സ്, റിബ് കേജ്, ബോൺസ് ഓഫ് ദ ആം, ലെഗ്സ് ആൻഡ് ഹിപ്പ് ബോൺസ്, ഇവരെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഹ്യൂമൻ സ്കെൽറ്റനായി മാറുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കളിനെ കുറിച്ചാണ്. സ്കള് 22 ബോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 22 ബോണിൽ ഒരു ബോൺ മാത്രം മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേത് ബോണാണെന്നല്ലേ? നമ്മുടെ ലോവർ ജോ ബോൺ. ഓക്കെ. സ്കൾ ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ബ്രെയിനിനെ മാത്രമല്ല, സെൻസറി ഓർഗൻസായ ഐസിനെയും ഇയേഴ്സിനെയും നോസിനെയും ടങ്ങിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന് ഒരു ചെറിയെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് സിവിയർ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോർഷൻ നോക്കിയ മക്കളെ. ഹെൽമെറ്റ്, ദ ഷീൽഡ് ഓഫ് ലൈഫ്. നമുക്ക് ആദ്യമേ പത്രവാർത്തയൊന്ന് വായിക്കാം. The Motor Vehicle Department has directed the police to ensure that both riders and pillion riders wear helmets and strictly follow traffic rules. The department also instructed that fine be imposed on those riding two-wheelers without helmet. ഇത് മറ്റൊന്നുമല്ല, ടൂ വീലേഴ്സ് ഓടിക്കുന്നവരും ടൂ വീലർ യാത്ര ചെയ്യുന്നവരും എന്ത് വേണം? ഹെൽമെറ്റ് ധരിക്കണമെന്നാണ് പറയുന്നത്. ആ നിയമം പാലിക്കാത്തവർക്ക് എന്തായിരിക്കും ശിക്ഷ? ഫൈൻ നൽകണം. എന്തുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയാൻ കാരണം അറിയാമോ? നമ്മുടെ ബ്രെയിനിനെ
ചെറിയ ഇഞ്ചുറി എങ്കിലും വന്നു കഴിഞ്ഞാൽ സിവിയർ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകും അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ 2 വീലേഴ്സിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയോ നമ്മൾ തല ചെന്നിരിക്കുകയോ ചെയ്താൽ എന്ത് പറ്റും? ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? നമ്മൾ നെക്സ്റ്റ് പോർഷൻ എന്താണെന്ന് നോക്കിയേ. വെർട്ടിബ്രൽ കോളം. എന്താണ് മക്കളെ വെർട്ടിബ്രൽ കോളം? നമ്മുടെ നട്ടെല്ല്. Vertebral column is a series of bones that help the body stand straight and move. നമ്മുടെ vertebral column എന്തിനെയാണ് സഹായിക്കുന്നത്? നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ മൂവ് ചെയ്യാനും നമ്മൾ vertebral column സഹായിക്കുന്നു. ഈ vertebral columnത്തിൽ ഒരു സീരീസ് ഓഫ് ബോൺസ് ഉണ്ടെന്നല്ലേ പറയുന്നത്? ഈ ബോൺസിനെ പറയുന്ന പേരാണ് വെർട്ടിബ്രേ. നമ്മൾ vertebral columnത്തിന് 33 വെർട്ടിബ്രയാണ് ഉള്ളത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് സ്പൈനൽ കോഡ്. അത് ഈ വെർട്ടിബ്രൽ കോളത്തിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ വെർട്ടിബ്രൽ കോളം സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുകയോ സിവിയർലി ഡാമേജ്ഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് നടക്കാനോ നിൽക്കാനോ സാധിക്കില്ല. ക്ലിയർ ആണോ? നമ്മൾ നെക്സ്റ്റ് പോർഷൻ എന്താണെന്ന് നോക്കി. റിബ്സ്. എന്താണ് മക്കളെ റിബ്സ്? വാരിയല്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 12 pairs ഓഫ് റിബ്സ് ആണ് ഉള്ളത്. നമ്മുടെ റിബ്സ് എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഹാർട്ടും ലങ്സും അതുപോലെ ചില മേജർ ബ്ലഡ് വെസൽസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റിബ്സ് ബാക്കിൽ വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്റ്റഡ് ആണ്, ഫ്രണ്ടിൽ സ്റ്റേർണവുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താണ് മക്കളെ സ്റ്റേർണം? നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റിയുടെ സെൻട്രൽ ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റേർണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്താലോ? ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ദ സ്കൾ? നമ്മുടെ സ്കളിൽ എത്ര ബോൺസ് ആണ് മക്കളെ ഉള്ളത്? 22. എമംഗ് ദ ബോൺസ് ഇൻ ദ സ്കൾ വിച്ച് വൺ ഈസ് കേപ്പബിൾ ഓഫ് മൂവ്മെൻറ്റ്? ഈ സ്കളിന് 22 ബോൺസ് ഉണ്ടെന്നല്ലേ പറയണേ. അതിൽ ഒരാൾക്ക് മാത്രമേ മൂവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൂ. അത് ഏതാ മക്കളെ? ലോവർ ജോ ബോൺ. ഹൗ മെനി വെർട്ടിബ്രേ ആർ ദെയർ ഇൻ ദ വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിൽ എത്ര വെർട്ടിബ്രേ ആണുള്ളത്? 33. Which is the protective covering of spinal cord? നമ്മൾ സ്പൈനൽ കോഡിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ഏതാണ്? വെർട്ടിബ്രൽ കോളം. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ് മക്കളെ? വെർട്ടിബ്രൽ കോളം helps the body to stand straight and move. The vertebral column protects the spinal cord and keeps the body erect. Clear ആണോ? Which bone protect the heart and lungs? ആരാണ്? റിബ്സ് ആണ്. വിച്ച് ആർ ദ മേജർ ഓർഗൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്കൾ? സ്കളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മേജർ ഓർഗൻസ് ഏതൊക്കെയാണ് മക്കളെ? ബ്രെയിനും സെൻസറി ഓർഗൻസും. ക്ലിയർ ആണോ? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് പോർഷനാണ് ബോൺസ് ഇൻ ദ ആംസ് ആൻഡ് ലെഗ്സ്. നമ്മുടെ കൈകളിലും കാലുകളിലുമുള്ള ബോൺസിൻ്റെ എണ്ണം അറിയാൻ പോവുകയാണ്. ഈച്ച് ഹ്യൂമൻ ആം ഹാസ് 32 ബോൺസ്. ഓരോ ഹ്യൂമൻ ആമിന് എത്ര ബോൺസ് ഉണ്ടെന്നാണ് പറയുന്നത്? 32. അതുപോലെ തന്നെ മനുഷ്യർക്ക് 2 കാലിൽ നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലെഗ്സിലെ ബോൺ അല്ലേ ആംസിലെ ബോണിനെക്കാട്ടും കൂടുതൽ സ്ട്രോങ് ആണെന്ന് പറയാൻ കഴിയുന്നത്? കാരണം എന്താ? നമ്മുടെ ബോഡിയുടെ ഫുൾ വെയ്റ്റും താങ്ങുന്നത് ആരാണ്? നമ്മുടെ കാലുകളല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളിലെ ബോൺ അല്ലേ കൂടുതൽ സ്ട്രോങ്ങർ. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഓരോ കാലിലും 31 ബോൺസ് ആണ് ഉള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. വിച്ച് ഇസ് ദ ലോങ്ങസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ലോങ്ങസ്റ്റ് ബോൺ ഏതാ മക്കളെ? ഫിമർ എന്ന് വെച്ചാൽ തൊടയല്ല്. ക്ലിയർ ആണോ? ഇനി ജനിക്കുമ്പം നമ്മുടെ ബോഡിയിൽ എത്ര ബോൺസ് ആണുള്ളതെന്ന് അറിയാമോ? 300 ബോൺസ് ആണ് ഉള്ളത്. അത് അഡൽട്ട്ഹുഡിലെത്തുമ്പോഴോ ഈ ബോൺസ് എല്ലാം തന്നെ ഫ്യൂസ് ചെയ്ത് അത് ഒരുമിച്ചായിട്ട് അതെന്ത് പറ്റും? ഈ 300 ബോൺസ് ഉള്ളത് 206 ബോൺസ് ആയിട്ട് കുറയും. ക്ലിയർ ആണോ? ഇനി ഈ ടേബിൾ നോക്കിയ മക്കളെ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. വെർട്ടിബ്രൽ കോളത്തിൽ എത്ര ബോൺസ് ഉണ്ട്? 33.
സ്റ്റർണത്തിലോ 1. രണ്ട് കൈകളിലുമായിട്ട് എത്ര ബോൺസാണ് മക്കളെ ഉള്ളത്? 64. റിബ്സിലോ 24. രണ്ട് കാലിലുമായിട്ട് എത്ര ബോൺസാണുള്ളത്? 62. സ്കള്ളിൽ 22. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടും? 206 കിട്ടും. ക്ലിയർ ആണോ? ഇപ്പം നിങ്ങൾക്ക് സ്കെൽറ്റനെ കുറിച്ച് ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ബോൺസിന് മറ്റൊരു റെസ്പോൺസിബിലിറ്റി കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ മിനറൽസ് സ്റ്റോർ ചെയ്യുന്നതും ആയത് റെസ്പോൺസിബിലിറ്റിയാണ്? ബോൺസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബോൺസ്? എന്താണ് നമ്മുടെ ബോൺസിൻ്റെ ഫങ്ഷൻ പറയാമോ? ആദ്യത്തേത് കൊടുത്തിട്ടുണ്ട്, ദ സ്കെൽറ്റൻ ഗിവ് ഷേപ്പ് ടു ദ ബോഡി. സ്കെൽറ്റൻ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് നൽകുന്നു അല്ലേ? ബോൺസ് നമ്മുടെ ബോഡിക്ക് എന്ത് നൽകുന്നു? സ്ട്രെങ്ത് നൽകുന്നു. ബോൺസ് ഗീവ് സ്ട്രെങ്ത് ടു ദ ബോഡി. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. എന്താണ്? നമ്മുടെ ബോഡി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബോൺസ് ആണ്. അതുമാത്രമല്ല, ബോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽ ആൻഡ് സ്റ്റോറേജ് ഓഫ് മിനറൽസ്. ക്ലിയർ ആണോ മക്കളെ? ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയ മക്കളെ, കാർട്ടിലേജസ്. എന്താണ് മക്കളെ കാർട്ടിലേജസ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോൺസിന് സപ്പോർട്ടും സ്ട്രെങ്തും നൽകുന്ന ഫ്ലെക്സിബിൾ പാർട്ടിനെയാണ് കാർട്ടിലേജസ് എന്ന് പറയുന്നത്. ഈ കാർട്ടിലേജസ് ബോണിനെക്കാട്ടും സോഫ്റ്ററാണ്. അതുപോലെ ഹ്യൂമൻ ബോഡിയിലും ആനിമൽ ബോഡിയിലും ഈ കാർട്ടിലേജസ് ഉണ്ട്. കാർട്ടിലേജസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണെന്നറിയാമോ? ഇയേഴ്സ്, നോസ്, എൽബോസ്, നീസ്, ആങ്കിൾസ്, ട്രക്കിയ ആൻഡ് ദ ഡിസ്ക് ബിറ്റ്വീൻ ദ വെർട്ടിബ്രേ. ഇയേഴ്സ് അറിയാലോ, നമ്മുടെ ചെവികൾ. നോസോ മൂക്ക്. എൽബോസ് എന്താ? കൈമുട്ട്. നീസ് കാൽമുട്ട്. ആങ്കിൾസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? കണങ്കാലുകൾ. ട്രക്കിയ ശ്വാസനാളം. പിന്നെ ഡിസ്ക് ബിറ്റ്വീൻ ദ നമ്മുടെ വെർട്ടിബ്രയുടെ നടുക്ക് ഡിസ്കുകളുണ്ട്. അതിലും ഈ പറയുന്ന കാർട്ടിലേജസ് ഉണ്ട്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോയിൻസിനെ കുറിച്ചാണ്. രണ്ടോ അതിൽ കൂടുതലുള്ള ബോൺസ് മീറ്റ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ജോയിൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ് ഉള്ളത്. ചിലത് മൂവബിൾ ആണ്, ചിലത് ഇമ്മൂവബിളുമാണ്. ക്ലിയർ ആണോ? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹിഞ്ച് ജോയിൻറ്റിനെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിലെ കതവിലും ജനാലയിലൊക്കെ ഹിഞ്ചസിനെ കണ്ടിട്ടുണ്ടോ? അതായത് വിയാവിരിയെ കണ്ടിട്ടുണ്ടോ? എന്താണ്? നമുക്ക് ഈ ഡോറും ഈ വിൻഡോയ്ക്ക് ഒരു വശത്തേക്കല്ലേ തുറക്കാൻ പറ്റൂ അല്ലേ? അതുപോലെ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലുള്ള ബോൺസിന് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇങ്ങനത്തെ ജോയിൻറ്റിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഈ ഒരു ബോക്സ് നോക്കിയേ. ജോയിൻറ്റിൻ്റെ പേരെന്താ? ഹിഞ്ച് ജോയിൻറ്റ്. ഇത് ഏത് ബോഡി പാർട്ടിലാണ് മക്കളെ കാണുന്നത്? എൽബോയിലും നീയിലും. അതിൻ്റെ പ്രത്യേകത എന്താ? ലൈക്ക് ഹിഞ്ചസ് ദീസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഹിഞ്ചസിൻ്റെ കണക്ക് ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് എന്താ നോക്കിയ മക്കളെ? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. എന്താണ് മക്കളെ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് വെച്ചാൽ ആ ജോയിൻറ്റിന് മാക്സിമം ഫ്രീഡം ഉണ്ട്. എന്തിനാണെന്നറിയാം? മൂവ് ചെയ്യാൻ. മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉള്ള ജോയിൻറ്റിനെയാണ് നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നറിയാമോ? ഒരു ബോണിൻ്റെ അകത്തേക്ക് മറ്റൊരു ബോൺ കയറി അത് അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ ഷോൾഡറിലും ഹിപ്പിലും കാണാൻ സാധിക്കും. ക്ലിയർ ആണോ? ഈ ടേബിൾ നോക്കിയ മക്കളെ, ജോയിൻറ്റിൻ്റെ പേരെന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇത് ഏത് ബോഡി പാർട്ടിലാണ് മക്കളെ കാണാൻ സാധിക്കുന്നത്? ഷോൾഡർ ജോയിൻറ്റിലും അതുപോലെ ഹിപ്പ് ജോയിൻറ്റിലും കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ജോയിൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മാക്സിമം ഫ്രീഡം മൂവ്മെൻറ്റ് ഈ ജോയിൻറ്റിന് ഉണ്ട്. അതുമാത്രമല്ല ഒരു ബോണിൻ്റെ റൗണ്ടഡ് എൻഡ് മറ്റൊരു ബോണിൻ്റെ ക്യാവിറ്റിക്കകത്ത് കയറിയെന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്. ക്ലിയർ ആണോ? നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈവറ്റ് ജോയിൻറ്റിനെ കുറിച്ചാണ്.
എന്താണ് മക്കളെ പൈവറ്റ് ജോയിൻറ്റ് അറിയാമോ? ഒരു ബോണിൽ മറ്റൊരു ബോൺ ഫോർവേഡും ബാക്ക്വേഡും സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുന്നതിനെയാണ് പൈവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്താണെന്ന് അറിയാമോ? നമ്മുടെ നെക്ക് ജോയിൻ്റ് ആണ്. ക്ലിയർ ആണോ? നമുക്ക് ഈ ബോക്സ് നോക്കിയാലോ. പൈവറ്റ് ജോയിൻറ്റ് അത് ഏത് ബോഡി പാർട്ടിലാണ് കാണുന്നത്? നെക്കിൽ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഒരു ബോണിൻ്റെ അകത്ത് മറ്റൊരു ബോൺ ഫോർവേഡും ബാക്ക്വേഡും സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പൈവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഫ്രാക്ചർ എന്താണ് മക്കളെ? ഫ്രാക്ചർ നമ്മുടെ എല്ല് ബ്രേക്ക് ചെയ്യുകയോ ക്രാക്ക് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. A fracture is the breaking or cracking of a bone. ഫ്രാക്ചർ 3 തരത്തിൽ സംഭവിക്കാം. ഓക്കെ, സിമ്പിൾ ഫ്രാക്ചർ എന്താണ് മക്കളെ സിമ്പിൾ ഫ്രാക്ചർ എന്ന് വെച്ചാൽ? നമ്മുടെ ബോൺ ക്രാക്ക് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫ്രാക്ചർ എന്താണെന്നറിയാമോ? കോമ്പൗണ്ട് ഫ്രാക്ചർ. അതായത് നമ്മുടെ ബോൺ ബ്രേക്ക് ചെയ്ത് അത് മസിൽസിലൂടെ പിയേഴ്സായി പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ ഫ്രാക്ചറിൽ നമുക്ക് മുറിവുകൾ സംഭവിക്കും. ഇനി അടുത്ത കോമ്പൗണ്ട് ഫ്രാക്ചർ എന്താണെന്നറിയാമോ? നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് സംഭവിക്കുന്ന ഫ്രാക്ചർ. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് അടുത്ത് സംഭവിക്കുന്ന ഫ്രാക്ചറിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം ബോൺ ബ്രേക്ക് ചെയ്ത് ഇൻറ്റേർണൽ ഓർഗൻസിൽ മുറിവ് സംഭവിക്കുന്നു. ക്ലിയർ ആണോ? ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് എ ഫ്രാക്ചർ? നമുക്ക് ഫ്രാക്ചർ സംഭവിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും കുഞ്ഞുങ്ങളെ? പെയിൻ ഇൻ ദ ഇൻജേർഡ് ഏരിയ. ഇൻജേർഡ് ഏരിയയിൽ എന്താണ്? കടുത്ത വേദന കാണും അല്ലേ? ഡിഫിക്കൽറ്റി ഇൻ മൂവിങ് ദ ഇൻജേർഡ് പാർട്ട്. എവിടെയാണോ മുറിവ് സംഭവിച്ച ആ ഭാഗം അനക്കാൻ പോലും സാധിക്കില്ല. ഡിഫറൻസസ് വെൻ കമ്പയർ വിത്ത് സിമിലർ പാർട്ട്. മറ്റുള്ള ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കും. ക്ലിയർ ആണോ? ഇനി ഫ്രാക്ചേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഇൻജേർഡ് പാർട്ടിനെ ഒരിക്കലും അനക്കാൻ പാടില്ല. ദ ഇൻജേർഡ് പാർട്ട് ഷുഡ് ബി കെപ്റ്റ് ഇമ്മൊബിലൈസ്. അതിനെ ഇൻജേർഡ് പാർട്ടിനെ ഒരു സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് ബാൻഡേജ് ചെയ്ത് വെച്ചിരിക്കണം. എന്താണ് മക്കളെ സ്പ്ലിൻറ്റ്? വുഡോ മെറ്റലോ പ്ലാസ്റ്റിക്കോ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രോങ് പ്ലേറ്റിനെയാണ് നമ്മൾ സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇൻജേർഡ് പാർട്ടിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. A person with a bone fracture should be taken to the hospital immediately after giving first aid. ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം ഏതാൾക്കാണ് ഈ ബോൺ ഫ്രാക്ചർ സംഭവിച്ചത് അദ്ദേഹത്തെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ക്ലിയർ ആണോ? നോക്കിയ മക്കളെ, നമുക്കിനി എക്സ്റേ എന്താണെന്ന് നോക്കിയാലോ. ഒരു ജർമ്മൻ ഫിസിസ്റ്റായ വിൽഹം കോൺറാഡ് റോങ്ടൺ ആണ് എക്സ്റേ ഡിസ്കവർ ചെയ്യുന്നത്. ഏത് വർഷമാണോ ഇത് ഡിസ്കവർ ചെയ്തത്? 1895 അദ്ദേഹം എന്ത് ചെയ്തു? എക്സ്റേ ഉപയോഗിച്ച് മനുഷ്യൻ്റെ ഹാൻഡ് എന്ത് ചെയ്തു? ഒരു ഫോട്ടോഗ്രാഫിക് ഇമേജ് എടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? എക്സ്റേ മസിൽസിലൂടെ പാസ്സായി അത് ബോൺസ് വരെ എത്തി. പക്ഷെ പിന്നീട് ബോൺസിലൂടെ ഈ എക്സ്റേ പാസ്സാവില്ല. ക്ലിയർ ആണോ? ദ ഫോളോയിങ് സിനാറിയോ ഇൻ ഗ്രൂപ്പ്സ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ ഈ ഒരു സീൻ ആക്ട് ചെയ്ത് കാണിക്കണം എന്നാണ് പറയുന്നത്. കളിച്ചോ നീണപ്പോൾ ഒരു കുഞ്ഞ് വീണു. അവൻ്റെ കാലിൽ ഒത്തിരി പെയിൻ വന്നു. എക്സാമിനേഷനിൽ എന്താണ്? ഫ്രാക്ചറാണ് തെളിയുന്നു. അവനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഡോക്ടർ എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച്? ഫ്രാക്ചർ ഉണ്ട്, അതുകൊണ്ട് തന്നെ മെറ്റൽ റോഡ് ഫിക്സ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്താണ് മക്കളെ ഈ മെറ്റൽ റോഡ് എന്ന് വെച്ചാൽ? അല്ലെങ്കിൽ ഫ്രാക്ചർഡ് ബോൺ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്തിനാണ് മെറ്റൽ റോഡ് യൂസ് ചെയ്യുന്നത് അറിയാമോ? Usually, the fractured part is properly joined and fixed by screwing on the metal rod. നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം ഫ്രാക്ചർ ആയിക്കഴിഞ്ഞാൽ അത് പ്രോപ്പർലി ജോയിൻ ചെയ്യാൻ വേണ്ടി മെറ്റൽ റോഡ് എടുത്ത് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യും. ഇതെന്തിനെ സഹായിക്കുന്നു? ബോൺസ് സ്റ്റേബിൾ ആവാനും പെട്ടെന്ന് തന്നെ ഹീൽ ആവാനും സഹായിക്കുന്നു. ക്ലിയർ ആണോ?
നെക്സ്റ്റ് പോർഷൻ നോക്കിയ മക്കളെ, നീ റീപ്ലേസ്മെൻറ്റ്, അതായത് കാൽമുട്ട് മാറ്റിവെക്കൽ. വെയ്റ്റ് ഗെയിൻ ആൻഡ് ഡിക്രീസ് കാൽഷ്യം ഇൻ ദ ബോൺസ് ക്യാൻ കോസ് വെയർ ആൻഡ് ടയർ ഓഫ് ദ നീ. ഒത്തിരി വെയിറ്റ് കൂടിയാലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലോ ബോൺസിന് എന്താ സംഭവിക്കുന്നത്? വെയർ ആൻഡ് ടയർ സംഭവിക്കും. എന്താണ് മക്കളെ വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ? തേയ്മാനം സംഭവിക്കും. മുട്ടിന് എന്താ സംഭവിക്കുന്നത്? തേയ്മാനം സംഭവിക്കും. അതുകൊണ്ട് തന്നെ വയസ്സാകും തോറും എന്താ സംഭവിക്കുന്നത്? നമുക്കൊക്കെ മുട്ടുവേദന വരും അല്ലേ? ഒരു മെഡിക്കൽ എക്സാമിന് ശേഷം എന്താണ് ഈ ഒരു ഡിസീസ്ഡായിട്ട് അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചത് ഈ ഒരു മുട്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്, അല്ലെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ നീ കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഈ ആർട്ടിഫിഷ്യൽ നീ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുകയെന്ന് അറിയാമോ? സെറാമിക്, മെറ്റൽ, പ്ലാസ്റ്റിക് കമ്പോണൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കുള്ള കാൽമുട്ടിനെ ഒരു ആർട്ടിഫിഷ്യൽ മുട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഒരു 20 വർഷം വരെ ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യും. ഇനി ഇത് മാറ്റി വെക്കുന്നവനെ നമുക്ക് നല്ലപോലെ അങ്ങ് നടക്കാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത്? ഇല്ല, ഒരു ചെറിയ അസ്വസ്ഥത, ഡിസ്കംഫോർട്ട് കാണും. അത് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നറിയോ? മെഡിക്കേഷനും ഫിസിയോതെറാപ്പിയും വഴി അത് സോൾവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ മക്കളെ? ഇനി നമ്മുടെ അടുത്ത പോർഷൻ ഫോർ ബോൺ ഹെൽത്ത്. ഈ എല്ലുകൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ അതനുസരിച്ച് ഫുഡ് വേണ്ടേ? എല്ലുകൾക്ക് ആരോഗ്യം കിട്ടാനായിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? കാൽഷ്യവും വിറ്റാമിൻ ഡിയും. കാൽഷ്യം കിട്ടാനുള്ള ന്യൂട്രിയൻ റിച്ച് ഫുഡ് ഏതൊക്കെയാണ്? എഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷ്. വിറ്റാമിൻ ഡി കിട്ടാനുള്ള ന്യൂട്രിയൻ റിച്ച് ഫുഡോ? ഫിഷ്, എഗ്, മിൽക്ക്, ബട്ടർ, മഷ്റൂം. ക്ലിയർ ആണോ മക്കളെ? നമുക്കിനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോയാലോ? ബോൺസ് ഇൻസൈഡ് ഇയർ. നമ്മുടെ ചെവിക്കുള്ളിലെ ബോൺസിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമ്മുടെ ചെവിക്കുള്ളിൽ 3 പാർട്ടാണ് ഉള്ളത്. അതിനാൽ തന്നെ നമ്മുടെ മിഡിൽ ഇയറിൽ ചെറിയ 3 ബോൺസ് ആണ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നറിയാമോ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവരുടെ എബിലിറ്റി എന്താണ്? വൈബ്രേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് ഇവർക്കുള്ളത്. നമ്മൾ ഈ വൈബ്രേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. ഇവർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഔട്ടർ ഇയറിൽ നിന്നും ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ സ്റ്റേപ്സ് ആണ്. ഏറ്റവും ലാർജസ്റ്റ് ബോൺ ഏതാണ് മക്കളെ? ഫെമറും. ക്ലിയർ ആണോ? ഇൻ നെക്സ്റ്റ് പോർഷൻ സ്കെൽറ്റൻ ഔട്ട്സൈഡ് ദ ബോഡി. ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ശരീരത്തിന് അകത്തുള്ള ബോൺസിനെയും സ്കെൽറ്റനെയും കുറിച്ചല്ല പറഞ്ഞത്. ഇനി ശരീരത്തിന് പുറത്ത് സ്കെൽറ്റനുള്ള ഓർഗാൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്കിയ മക്കളെ, സോ ഫാർ വി ഹാവ് ബീൻ ഡിസ്കസിങ് ഓർഗാൻസ് വിത്ത് സ്കെൽറ്റൻ ഇൻസൈഡ് ദെയർ ബോഡി. ആർ ദെയർ ആനിമൽസ് ഹൂസ് സ്കെൽറ്റൻ ആർ സീൻ ഔട്ട്സൈഡ് ദെയർ ബോഡീസ്? വിച്ച് ഇസ് ദ ആനിമൽ സീൻ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ കാണുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? നിങ്ങൾ അവരുടെ സ്കെൽറ്റൻ എവിടെയാണെന്നുള്ളത് നോക്കിയോ? ഈ പിക്ചേഴ്സൊക്കെ നോക്കി അവർക്കൊക്കെ സ്കെൽറ്റൻ ഉണ്ടോ? എവിടെയായിരിക്കും അവർക്ക് സ്കെൽറ്റൻ ഉള്ളത്? അകത്തായിരിക്കോ പുറത്തായിരിക്കോ? ഈ ആനിമൽസിനൊക്കെ തന്നെ അവരുടെ സ്കെൽറ്റൻ ബോഡിക്ക് പുറത്താണുള്ളത്. ഈ പിക്ചേഴ്സിൽ കാണുന്ന ഓരോന്നിൻ്റെയും പേര് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തിൽ എന്താണ് മക്കളെ? ബീറ്റിൽ. രണ്ടാമത്തേതോ? പ്രോൺ. മൂന്നാമത്തേത് കോക്രോച്ച്. നാലാമത്തേത് സെൻറ്റിപ്പീഡ്. അഞ്ചാമത്തേത് ക്രാബ്. ഇതാരാന്നറിയാമല്ലോ? സ്നെയിൽ. ക്ലിയർ ആണോ? എങ്ങനെയാണ് ഈ ഓർഗാനിസത്തിനൊക്കെ ഔട്ടർ സ്കെൽറ്റൻ ബെനിഫിറ്റഡ് ആവുന്നത്? എങ്ങനെയായിരിക്കും? അവരെ അവരുടെ എനിമീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ബോഡിക്ക് ഷേപ്പ് നൽകുന്നതും ഈ ഔട്ടർ സ്കെൽറ്റൻ ആണ്. ക്ലിയർ ആണോ? എക്സോസ്കെൽറ്റൻ ആൻഡ് എൻഡോസ്കെൽറ്റൻ. എന്താണ് ഈ എക്സോസ്കെൽറ്റൻ, എൻഡോസ്കെൽറ്റൻ? സ്നേക്സ്, സം ടൈപ്പ് ഓഫ് ബീറ്റിൽസ്, മ്യൂസിൽ, ക്രാബ് ഹാവ് തിക്ക് ഔട്ടർ കവർ. സ്നേക്സ് എന്താണെന്നറിയാലോ മക്കളെ? ഒച്ച്. സം ടൈപ്പ് ഓഫ് ബീറ്റിൽസ്, വണ്ട്. മ്യൂസൽസ് എന്താണെന്നറിയാമോ? എന്തായിരുന്നു മക്കളെ മ്യൂസൽസ്? കല്ലുമ്മക്കായ്. ക്രാബ് എന്താണ്? ഞണ്ട്. ഇവർക്കൊക്കെ തിക്ക് ഔട്ടർ കവേഴ്സാണ് ഉള്ളത്. അതേസമയം ഓർഗാനിസംസ് ആയ മില്ലിപീഡ്, സെൻറ്റിപീഡ്,
കോക്രോച്ച്, പ്രോൺ ഇവർക്കൊക്കെ വളരെ തിൻ ഷെൽസ് ആണ് ഉള്ളത്. ഈ ബോഡിക്ക് പുറത്തുള്ള ഇങ്ങനത്തെ കവറിങ്സിനെയാണ് നമ്മൾ എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ആനിമൽസ് സച്ച് ആസ് ക്യാറ്റ്, ഫ്രോഗ്, മൈസ്, കൗ ആൻഡ് ഹ്യൂമൻസ് ഹാവ് സ്കെൽറ്റൻസ് ഇൻസൈഡ് ദെയർ ബോഡി. ക്യാറ്റിനും ഫ്രോഗിനും എലികൾക്കും കൗസിനും ഹ്യൂമൻസിനൊക്കെ അവരുടെ സ്കെൽറ്റൻ എവിടെയാണ് ഉള്ളത്? അവരുടെ ശരീരത്തിന് അകത്താണുള്ളത്. ഇതിനെയാണ് നമ്മൾ എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു ബോക്സ് നോക്കിയ മക്കളെ, ക്ലാസിഫൈ സം സിമിലർ ഓർഗാനിസം ഇൻ ടു ദോസ് ഹാവിങ് എൻഡോസ്കെൽറ്റൻ, എക്സോസ്കെൽറ്റൻ ആൻഡ് ബോത്ത്. എൻഡോസ്കെൽറ്റൻ ഉള്ള ഓർഗാനിസത്തിൻ്റെ പേര്, എക്സോസ്കെൽറ്റൻ ഉള്ള ഓർഗാനിസത്തിൻ്റെ പേര്, എൻഡോസ്കെൽറ്റനും എക്സോസ്കെൽറ്റനും ഉള്ള ഓർഗാനിസത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എൻഡോസ്കെൽറ്റൻ ഉള്ള ഓർഗാനിസത്തിൻ്റെ പേര് എഴുതിയാലോ? എൻഡോസ്കെൽറ്റൻ എന്താണെന്നറിയാമല്ലോ? അകത്ത് സ്കെൽറ്റൻ ഉള്ള അല്ലെങ്കിൽ അകത്ത് ബോൺസ് അല്ലെങ്കിൽ സ്കെൽറ്റൻ ഉള്ളവരെയാണ് നമ്മൾ എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ്? മാൻ, ക്രോ, ഫ്രോഗ്, ബേർഡ്, സ്നേക്ക്, ഫിഷ്, ക്യാറ്റ്, റാറ്റ്. എക്സോസ്കെൽറ്റൻ ഉള്ള ഓർഗാനിസത്തിൻ്റെ പേര് എന്തൊക്കെയാണ്? സ്നെയിൽ, ബീറ്റിൽ, പ്രോൺ, കോക്രോച്ച്, സെൻറ്റിപ്പിഡ്, ക്രാബ്. എക്സോസ്കെൽറ്റനും എൻഡോസ്കെൽറ്റനും ഉള്ള ഓർഗാനിസത്തിൻ്റെ പേരോ? ടർട്ടിൽ, ക്രോക്കഡൈൽ, അലിഗേറ്റർ. ക്ലിയർ ആണോ മക്കളെ? ഇനി ഈ ബോക്സ് ഒന്ന് നോക്കിയേ. എന്താണ് എക്സോസ്കെൽറ്റൻ? മോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഹാവ് ആൻ എക്സോസ്കെൽറ്റൻ. നട്ടിലില്ലാത്ത ജീവികളെല്ലാം എന്താണ്? എക്സോസ്കെൽറ്റൻ ആണ്. അതിൽ തന്നെ എക്സോസിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ലിവിങ് ബീങ്സ് ഏതാണ്? ഇൻസെക്റ്റുകളാണ്. അവരെന്ത് ചെയ്യും? അവരുടെയും പുറം തോല് കുറച്ച് പരേതാവുമ്പോഴത്തേക്ക് അത് അവർ ഷെഡ് ചെയ്ത് പുതിയത് തനിയെ വളർത്തും. ഓർഗാനിസംസ് വിത്ത് എൻഡോസ്കെൽറ്റൻ ഹാവ് സം പാർട്സ് സിമിലർ ടു എക്സോസ്കെൽറ്റൻ. എൻഡോസ്കെൽറ്റനും എക്സോസ്കെൽറ്റനും സിമിലർ ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാമോ? ഫിഷിൻ്റെയും റെപ്റ്റൈൽസിൻ്റെയും സ്കെയിൽസ്, ബേർഡ്സിൻ്റെ ഫെദർ, മനുഷ്യരുടെ ഹെയറും നെയിൽസും, ആനിമൽസിൻ്റെ ഹോൺസും ഹൂവ്സും. ക്ലിയർ ആണോ? ഇനി എക്സോസ്കെൽറ്റനുള്ള കുറച്ച് വണ്ടേഴ്സ് എന്താണ്? ഈ എക്സോസ്കെൽറ്റൻ ഉപയോഗിച്ച് പല ഹാൻഡിക്രാഫ്റ്റ്സും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ കല്ലുമ്മക്കായുടെ ആ ഒരു ഷെല്ല് കൊണ്ട്, ക്ലാംസ് കക്കായുടെ തോത് കൊണ്ട്, പിന്നെയോ ഷെൽസ് കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സും ഉണ്ടാക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ദ സ്കെൽറ്റൻ? ഇതിൽ ഏതാണ് സ്കെൽറ്റൻ്റെ ഫങ്ഷൻ അല്ലാത്തത്? ഗീവ് ഷേപ്പ്. സ്കെൽറ്റൻ തരുമല്ലോ, നമുക്ക് ഷേപ്പ് തരില്ലേ, സ്റ്റെബിലിറ്റി തരില്ലേ. അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് ആരാണ്? സ്കെൽറ്റൻ ആണ്, അല്ലേ? ഗീവ്സ് എനർജി. അത് സ്കെൽറ്റൻ്റെ ഫങ്ഷൻ അല്ലല്ലോ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഗീവ്സ് എനർജി. നോക്കിയേ മക്കളെ, ഈ മാച്ച് ദ ഫോളോയിങ് നോക്കിയേ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അതിൻ്റെ ആൻസർ എന്താണ് മക്കളെ? ദ റൗണ്ട് എൻഡ് ഓഫ് വൺ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ ആൻസർ എന്താണ്? ക്യാൻ മൂവ് ഓൺലി ടു വൺ സൈഡ്. പൈവറ്റ് ജോയിൻറ്റിൻ്റെ ആൻസറോ? വൺ ബോൺ റൊട്ടേറ്റ് ഓൺ ദ അതർ ടു ബോത്ത് സൈഡ്സ്. ക്ലിയർ ആണോ? നമ്മൾ ഹെൽത്തി ബോൺസിന് വേണ്ടി എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് ഇതിൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. യുവർ ഫ്രണ്ട് ഫെൽ ഡൗൺ ഡ്യൂറിങ് എ ഫുട്ബോൾ ഗെയിം ആൻഡ് ഫ്രാക്ചേർഡ് ഹിസ് ആം. വാട്ട് ഫസ്റ്റ് എയ്ഡ് വുഡ് യു ഗീവ്? നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഫുട്ബോൾ ഗെയിമിൻ്റെ ഇടയ്ക്ക് വീഴുകയും അവൻ്റെ കൈ ഫ്രാക്ചർ ആവുകയും ചെയ്യുന്നു. നിങ്ങൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ആയിരിക്കും നൽകുന്നത്? ആ ബ്രോക്കൺ പാർട്ട് ഒരു സ്പ്ലിൻ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെക്കും, അല്ലേ? ആ സ്പ്രിങ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും? വുഡോ പ്ലാസ്റ്റിക്കോ മെറ്റലോ ഉപയോഗിച്ചതായിരിക്കും. ഈ ഇഞ്ചേർഡ് പാർട്ട് അനക്കാൻ പാടില്ല. ഇതായിരിക്കും നിങ്ങൾ ഫ്രണ്ടിന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്. ക്ലിയർ ആണോ മക്കളെ? ഇന്ന് പഠിപ്പിച്ച ലെസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ചാപ്റ്റർ നല്ലതുപോലെ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.